പി.ജി. വർഗീസിന്റെ പ്രസംഗങ്ങളെയും പുസ്തകങ്ങളെയും ഒക്കെ ഒന്ന് കാച്ചിക്കുറുക്കിയെടുത്താൽ അതിൽ നമുക്ക് കിട്ടുന്ന വാക്കുകളാക്കി തിരിച്ചെടുത്താൽ അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട വാക്ക് അനുഗ്രഹം എന്നുള്ളത് ശരിയല്ലേ? ഈ അനുഗ്രഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന, അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് പി.ജി. വർഗീസ്. പക്ഷെ പി.ജി. വർഗീസിന്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹം ആളുകൾ കാണുന്നില്ല. കാണുന്നില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ ഇപ്പോഴും ബസ്സിൽ കയറി നടക്കുന്നു, അല്ലെ ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നു. പിന്നെ വലിയ ഈ ഷർട്ടിനൊക്കെ എന്നാ വില ഉണ്ട്? അല്ല, ഞാൻ പറഞ്ഞത് വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കുന്നു. ഈ വാച്ച് 350 രൂപ. ഞാൻ വാച്ച് അതാ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോക്കറ്റ് കിടക്കുന്ന പേന. സാങ്കുട്ടി ബ്രദറെ, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ വീടും വലിയ കാറും ആണ്. 5 മക്കളാണ്. ഒരാൾ പോലും പിഴയായില്ല. ഒരു ദിവസത്തേക്ക് പോലും പിഴയായില്ല. 4 പേര് ദൈവവേല ചെയ്യുകയാണ്. ചിലർ വിചാരിക്കും പട്ടിണിക്കാലത്ത് പട്ടിണി കിടന്ന ഒരു പാസ്റ്ററുടെ മകനാണ്, പട്ടിണിക്കാലത്തുണ്ടാവുന്ന മക്കളാരും സുവിശേഷ വേലയ്ക്ക് പോകത്തില്ല. എൻ്റെ 5 മക്കളും കൊടും പട്ടിണി സമയത്തുണ്ടായതാണ്. ഒരു ദിവസം എൻ്റെ ഇളയ മോൻ, അവൻ 5 വയസ്സാണ്, സ്കൂളിൽ പോകുന്നില്ല, ടോയ്ലറ്റിൽ കയറിയിരിക്കുക. ഞാൻ ചെന്നിട്ട് അത് തുറന്ന് 5 വയസ്സുള്ള അത് കൂട്ടിയിട്ടില്ല. തുറന്നപ്പോൾ അവന് ഇങ്ങനെ ആക്കുക, എന്താ മോനെ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ചെന്നിട്ട് എൻ്റെ കൂട്ടുകാരുടെകളൊക്കെ പറയും, ഞങ്ങൾ ഗരീബ് പോകുകയായി, ഞങ്ങൾ ദരിദ്രരായിപ്പോയി. എന്താ കാര്യം? ബർത്ത്ഡേക്ക് ഒരു മുട്ടായി കൊടുക്കണം എല്ലാവർക്കും, ബാക്കി 39 വിദ്യാർത്ഥികൾക്ക് ഓരോ മുട്ടായി കൊടുക്കണം, അതിനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഇന്ന് എൻ്റെ 5 മക്കളിൽ 4 പേരും ദൈവവേലക്കാരാണ്. അത് നമ്മുടെ സമർപ്പണം, നമ്മുടെ വേലയ്ക്കകത്തൂടെ ദൈവം നമ്മളെ സഹായിക്കുന്നതൊക്കെ കാണുമ്പം മക്കൾ ദൈവവേലയിലാണ്. അപ്പോൾ എൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സാങ്കുട്ടി ബ്രദർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാഴ്ചക്കാരെങ്കിലും എനിക്കൊരു എഴുത്തെഴുതിയാട്ട്, ബ്രദർ വർഗീസ് ന്യൂഡൽഹി, ഇത്ര എഴുതിയാൽ മതി. PG എന്ന് എഴുതണ്ട, ഡോക്ടറൊന്നും എഴുതരുത്, വല്ല ആശുപത്രിയിൽ പോകും. ബ്രദർ വർഗീസ് ന്യൂഡൽഹി എന്ന് എഴുതിയാൽ എഴുത്ത് എനിക്ക് കിട്ടും. ഡൽഹിയിൽ എത്ര വർഗീസ്മാരുണ്ട്? പാസ്റ്ററൊന്നും എഴുതണ്ട, എനിക്ക് കിട്ടും. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടില്ലയോ? ഇന്ത്യയിലെ ഏതൊരു ക്രിസ്ത്യാനിയുടെ പ്രയർ ഗ്രൂപ്പിൽ പോകുന്ന ഒരു യാക്കോബക്കാരൻ്റെ ഒക്കെ ചോദിച്ചാൽ, ഒരു മർത്തമക്കാരൻ്റെ ഒക്കെ ചോദിച്ചാൽ അതിനെ പറ്റി അറിയാം. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, എനിക്കില്ല. എന്നാണ് ലീലി നമ്മൾ അവസാനം പട്ടിണി കിടന്നേ? 1989 ഡിസംബർ 22. ഡിസംബർ 22, 1989 ഞങ്ങൾ പട്ടിണി കിടന്നു. പിന്നെ ഇന്നുവരെ പട്ടിണി കിടന്നിട്ടില്ല. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും പല ഡിഗ്രി ഉണ്ട്, സകലരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെന്താ വേണം? കുടുംബത്തെക്കുറിച്ചൊന്ന് പറഞ്ഞേ, ഈ മക്കളെക്കുറിച്ചൊന്ന് പറഞ്ഞേ. എൻ്റെ മൂത്ത മോന് 5-6 ഡിഗ്രി ഉണ്ട്. മൂത്ത മോൻ്റെ പേര് അബി. 5-6 ഡിഗ്രി ഉണ്ട്. എന്നെപ്പോലെ ഉപദേശിയാണ്. നിങ്ങൾ മാരാമൺ കൺവെൻഷനോ കുമ്പനാട് കൺവെൻഷനോ വിളിച്ചാൽ അവൻ വരത്തില്ല. എന്നാൽ വടക്കേ ഇന്ത്യയിലെ ഗ്രാമത്തിൽ ഒരു കൺവെൻഷനോട്ട് വരണമെന്ന് പറഞ്ഞാൽ അവൻ ഓടിച്ചില്ല. അവൻ്റെ ഭാര്യ ഒരു ഡോക്ടറാണ്. അമേരിക്കയിലെ ജോലി രാജിവെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഗ്രാമങ്ങളിൽ, ആശുപത്രികളില്ലാത്ത ഗ്രാമങ്ങളിൽ അവൾ പോയിട്ട് ക്യാമ്പ് നടത്തുകയാണ്, ഫ്രീ സർജറി. അവൾ സർജനാണ്. അപ്പോൾ അവൾക്ക് ഫ്രീ ആയിട്ട് സർജറി ചെയ്യാം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതുകൊണ്ട് ആർക്കും ചെയ്യാം, പക്ഷേ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഗർഭപാത്ര സംബന്ധമായിട്ടുള്ളതൊക്കെ അവൾ ഫ്രീ ആയിട്ട് ചെയ്യണം. അതിനൊത്തിരി ചിലവുണ്ട്. ഡോക്ടർമാരെ ഉണ്ടാക്കണം, ബാക്കി സ്റ്റാഫിനെ എല്ലാം ഉണ്ടാക്കണം, അവരുടെ യാത്രക്കൂലി കൊടുക്കണം, അവിടെ കൊണ്ടുചെല്ലണം, സ്ഥലം കണ്ടുപിടിക്കണം. ഗവൺമെൻറ് ഓഫീസേഴ്സ് എല്ലാം കൈക്കൂലി, അവൾ കൈക്കൂലി കൊടുക്കത്തില്ല. അവരുടെ സാങ്ഷൻ ഉണ്ടെങ്കിൽ ഇത് നടത്താനൊക്കത്തുള്ളൂ. അപ്പോൾ അവിടെ ജോലി ഇപ്പം ഈ ജനുവരിയിൽ വരുന്നുണ്ട്. എൻ്റെ മൂത്ത മോന് അമേരിക്കയ്ക്ക് പോകാൻ നിർബന്ധിതനായി, സത്യം ഉള്ളത് പറയുകയാണ്. കാരണം അവൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അവൾ അവിടെ പഠിച്ചത് MBBS പഠിച്ചത് കോട്ടയത്താണ്. അതിനുശേഷം അമേരിക്കയിലാണ് അവിടെ പഠിക്കുമ്പോഴാണ് മക്കളുണ്ടായത്. മക്കളെല്ലാവരും അവിടുത്തെ സിറ്റിസൺസാണ്. 12ാം ക്ലാസ് വരെ അവരിവിടെ താമസിച്ചു, അവരുടെ ശുശ്രൂഷിച്ചു. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ 1 വർഷത്തെ പഠിത്തം പോയി, കോളേജ് പഠിത്തം. ഇവിടുത്തെ കോളേജ് പഠിത്തം അവിടെ വാലിഡ് അല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അങ്ങോട്ട് മാറി, അവരോടൊപ്പം അവരങ്ങോട്ട് മാറി. പക്ഷേ എൻ്റെ മരുമകൾക്ക് 3 മാസത്തിലൊരിക്കൽ 2 ആഴ്ചത്തേക്ക് വരാൻ അനുവാദമുണ്ട്. അപ്പോൾ അവൾ അടുത്ത മാസം വരുന്നുണ്ട്, ജനുവരിയിൽ വരുന്നുണ്ട്. മാർച്ചിൽ വന്നിട്ട് ഒറീസയിൽ ഇതുപോലെ ഒരു ക്യാമ്പ് നടത്തും. അപ്പോൾ മൂത്തത് അബി, അവൻ്റെ ഭാര്യ ഡോക്ടർ. രണ്ടാമത്തേത് ആനി, 2 പെൺമക്കളാണ്. അടുത്ത മോള് ഗ്രേസ്. അവർ 2 പേരും ഫാമിലി കൗൺസിലേഴ്സാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു കോളേജാണ് ബെയ്ലർ യൂണിവേഴ്സിറ്റി, ടെക്സസ്. അവിടുത്തെ ഫാമിലി കൗൺസിലേഴ്സാണ്. സ്റ്റുഡൻസിൻ്റെയും പേരൻസിൻ്റെയും കൗൺസിലേഴ്സാണ്.
രണ്ടാമത്തെ മകൻ, മൂന്നാമത്തെ പൈതൽ ബ്ലസൻ, അവൻ ലണ്ടനിലെ പാസ്റ്ററാണ്. അവൻ ലണ്ടനിൽ താമസിക്കാൻ കാര്യം അവന് യൂറോപ്പിനെ പറ്റിയുള്ള ഒരു ഭാരമുണ്ട്. കഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനികളെ രക്ഷിക്കാനൊരു മനസ്സുണ്ടാവും. ഈ ഇടയ്ക്ക് തന്നെ യുക്രൈനിലുള്ള എല്ലാ പോലീസുകാർക്കും ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുക. ഇസ്രായേലിലെ കണ്ട് വലിയ കാര്യങ്ങൾ ചെയ്ത് പ്രൈം മിനിസ്റ്ററിൽ നിന്നൊരു എഴുത്തൊക്കെ കിട്ടിയാണ്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ കഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനികളെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും. പാകിസ്ഥാനിലാണ് കൊണ്ടുപോകുന്നത്. പാകിസ്ഥാനിൽ നിന്ന് അവരെ യൂറോപ്പിലേക്ക് കൊണ്ടുപോകും. ഒത്തിരി ചിലവുണ്ട്. അവരുടെ വിസ എടുക്കണം, പ്ലെയിൻ ടിക്കറ്റ് എടുക്കണം, ഹോട്ടലിൽ താമസം കൊടുക്കണം. പക്ഷേ അതാണ് അവൻ്റെ മെയിൻ ശുശ്രൂഷ. അവനൊരിക്കൽ അഫ്ഗാനിസ്ഥാനിൽ ചെന്നപ്പോൾ അവനെ തോക്ക് വെച്ച് അടിച്ചു. അവൻ്റെ കാലിൽ എല്ല് പൊട്ടിപ്പോയി. അടുത്ത ആഴ്ച വീണ്ടും പോയി. ഞാൻ എങ്ങനെ അവൻ്റെയൊക്കെ പറയും പോകണ്ടെന്ന്? ഞാൻ കിറുക്കനാ, അവനും കിറുക്കനായതിനകത്ത് ഞാൻ അവൻ്റെയൊക്കെ എങ്ങനെ പറയുന്നത് പോലെയൊന്നും. അതുകൊണ്ട് അവനും ഇങ്ങനെ ഓടി നടന്ന് വേല ചെയ്യുന്ന ഒരു ഭ്രാന്തൻ. ഏറ്റവും ഇളയ അവസാനം ഉള്ളത് റേ. അവൻ ബാംഗ്ലൂരിലെ ജോലിയാണ്. എൻ്റെ മോക്ക് MBBS അഡ്മിഷൻ കിട്ടി. 1.25 ലക്ഷം, ഞാൻ കരഞ്ഞാൽ ക്ഷമിക്കണം, 1.25 ലക്ഷം രൂപ ഫീസ് കൊടുക്കണം, ഒന്നിച്ചു കൊടുക്കണം. ഒരു വർഷത്തെ ഫീസ് ഒന്നിച്ച് പേയ്മെൻറ്റ്. ഗവൺമെൻറ് കോളേജാണ് കേട്ടോ, പ്രൈവറ്റ് ഒന്നുമല്ല. മുഴുവൻ റെസീറ്റുള്ള കോളേജ് ഫീസാണ്. ഒരു വർഷത്തെ 1.25 വർഷം എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പം ഞാൻ മക്കളെ വിളിച്ചു. ഞങ്ങൾക്ക് എന്നും കുടുംബ പ്രാർത്ഥനയുണ്ട്. ഞാൻ പറഞ്ഞു, മോളെ 3 ദിവസത്തെ ഗ്യാപ്പുണ്ട്. ദൈവം തന്നാൽ നീ മെഡിക്കൽ കോളേജ് പോകും, അല്ലെങ്കിൽ വി വിൽ ബറി അവർ ഡ്രീം. ഓക്കെ, നമ്മൾ 3 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു A.T. ജോസ് എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ട്, നിങ്ങൾക്കറിയാം. അദ്ദേഹം ഇതറിഞ്ഞു. ഇല്ല, അദ്ദേഹം വന്ന് ലില്ലിയെടുക്ക പറഞ്ഞു, അമ്മാമ്മേ അബദ്ധം കാണിക്കരുത്, ഓരോരുത്തർ 20-25 ലക്ഷം രൂപയും കൊണ്ട് ക്യൂ നിൽക്കുക. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ രൂപ അങ്ങോട്ട് തരാം, പക്ഷേ മോക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ തിരികെ തന്നാൽ മതി. അദ്ദേഹം വലിയ പണക്കാരനല്ലല്ലോ. ലില്ലി പറഞ്ഞു, ഞങ്ങൾ ഇന്നുവരെ കടം വാങ്ങിച്ചിട്ടില്ല, അച്ചായനോട് പറയരുത്. A.T. ജോസിൻ്റെ ഒക്കെ ചോദിക്കാം. വേറൊരാൾ പേര് പറയത്തില്ല. അന്ന് വെച്ച് പറഞ്ഞു, നിങ്ങളല്ലേ IIT ഉണ്ടാക്കിയത്, അവിടെ പുരയുടെ ഇവിടെ പുരയുടെ അവിടെ പുരയുടെ ഇവിടെ പുരയുടെ ഇവിടെ ചർച്ച് ബിൽഡിംഗ് ഇവിടെ വയർ സ്കൂൾ. 1.25 ലക്ഷം രൂപ എടുത്താൽ ദൈവം പിണങ്ങത്തില്ല. ലില്ലി പറഞ്ഞു, ഞങ്ങളുടെ വേറൊരു പോളിസിയാണ്, ദൈവം ഞങ്ങളുടെ പേഴ്സണലാണെന്ന് പറഞ്ഞു അന്നില്ലെങ്കിൽ എടുക്കത്തില്ല. മൂന്നാമത്തേത് അദ്ദേഹം പറഞ്ഞെന്തുമായിരുന്നു, ബാഗ് ഓഫ് പൂഫേ, യുവർ എ ഫൂൾ. പോഷനാണ്. രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് ഞാൻ പോഷനാണ്. 3-ാമത്തെ ദിവസം വൈകുന്നേരം കുടുംബ പ്രാർത്ഥന ഞാൻ പറഞ്ഞു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആനി വി ഹാവ് ടു ബറി അവർ ഡ്രീം. നമ്മുടെ സ്വപ്നം നമുക്ക് കുഴിച്ചിടണം. അവിടെ കരഞ്ഞോളൂ. കേട്ടാണി അവൾ MBBS ഡോക്ടറായില്ല, പക്ഷേ ആർക്കും കടക്കാരനല്ലാത്ത ദൈവം അവിടെ പേരെഴുതി ചേർത്തു. ഡോക്ടർ ആൻഡ് വർക്ക് ഈസ് PhD, ഡയറക്ടർ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ബെയ്ലർ യൂണിവേഴ്സിറ്റി, ടെക്സസ്. അവിടെ കീഴിലെ മാതാമാരും സാഹിബ്മാരും ജോലി ചെയ്യുന്നു. അവളെ ആ സ്ഥാനത്ത് അവൾ മന്ദബുദ്ധിയായിരുന്നു. അവളെ ദൈവം സൗഖ്യമാക്കി. അവൾക്ക് വേറൊരു വശത്തോടെ ഡോക്ടറേറ്റ് കൊടുത്തു. MBBS ഡോക്ടറാവുന്നതിനേക്കാളും വലിയ സ്ഥാനത്തോടെ. അപ്പോൾ അങ്ങനെ 5 മക്കളും 4 പേര് ദൈവവേല ചെയ്യുന്നു. ഒരാൾ ബിസിനസ് ചെയ്തിട്ട് പണം ദൈവവേല, കാരണം അവൻ്റെ മോനൊരു ഭാരം, എൻ്റെ പെങ്ങളെ പഠിപ്പിക്കാൻ ഡാഡിയെ കൊണ്ട് ഒത്തില്ലല്ലോ, അതുകൊണ്ട് പാവപ്പെട്ട ഉപദേശിമാരുടെ മക്കളെ പഠിപ്പിക്കണം, അതിനുവേണ്ടി അവൻ ഇൻവെസ്റ്റ് ചെയ്യും. കഴിഞ്ഞ 1 മാസത്തിലധികമായി ഹാലലിയ ന്യൂസ് എന്ന ഈ ചാനലിലൂടെ വാർത്തകളും വിശേഷങ്ങളും അഭിമുഖങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ പബ്ലിഷ് ചെയ്യുവാൻ സാധിച്ചു. പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച വലിയ പ്രോത്സാഹനത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഒപ്പം ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, അഭിമുഖങ്ങളും സാക്ഷ്യങ്ങളും പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി മറ്റൊരു ചാനൽ ഞങ്ങൾ ആരംഭിക്കുന്നു. അതിൻ്റെ പേര് ഹാലലിയ NIT എന്നാണ്. അതായത് ഹാലലിയ ന്യൂസ് ഇന്റർവ്യൂസ് ആൻഡ് ടെസ്റ്റിമോണിയൽസ്. ആ ചാനലിലായിരിക്കും ഈ വീഡിയോയുടെ പൂർണ്ണരൂപം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം നൽകിയിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് ആ ചാനലിലേക്ക് എത്തുവാൻ സാധിക്കും. മാത്രവുമല്ല, ആ ചാനലിൽ തുടർമാനമായി അഭിമുഖങ്ങളും സാക്ഷ്യങ്ങളും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല കണ്ടന്റുകൾ നൽകുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ.